നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം സാർ, ശബരിമലയെ 1950 ജൂൺ 15-നാണ് ശബരിമലയെ അഗ്നിബാധ ഉണ്ടാകുന്നത്. അന്ന് മന്നത്തു പത്മനാഭനായിരുന്നു ആദ്യത്തെ നമ്മുടെ പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് പിന്നെ ശങ്കറായിരുന്നു ദേവസ്വം ബോർഡ് അംഗമായിട്ടുണ്ടായിരുന്നു. അന്ന് അതിനുശേഷം 1951 മെയ് 18-ന് പുതിയൊരു പഞ്ചലോക വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നു. 18-ാം പടിയുടെ ഒരു പുനർനിർമ്മാണം വരുന്നു, അത് കരുണാകരൻ്റെ കാലഘട്ടത്തിൽ. അപ്പോൾ ഇത്തരത്തിൽ 1950 അഗ്നിബാധയ്ക്ക് ശേഷം ഉണ്ടായ ഒരു വിഗ്രഹവും 18-ാം പടിയും ഒക്കെ പിന്നീടാണ് അന്ന് തന്നെയാണ് ദ്വാരപാലക ശില്പം അന്ന് നിർമ്മിച്ചത്. പിന്നീടാണ് വിജയമല്യയുടെ കാലഘട്ടത്തിൽ 98-ൽ അത് സ്വർണം പാളിയായത്. ഇപ്പോൾ വിജയമല്യയും ഒരു പക്ഷേ ഈ ഒരു വലിയ പ്രധാന വിഷയമായിട്ട് വന്നിരിക്കുന്നു. ഒരു വിജയമല്യയുടെ പേരിപ്പോൾ നിരവധി പേര് മറഞ്ഞിരുന്ന പേരിപ്പോൾ പുറത്തു വരുന്നു ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട്. ഒരു പക്ഷേ മറ്റെന്ത് തരത്തിലും കൊള്ളക്കാരൻ അല്ലെ ഈ കള്ളത്തരം ചെയ്യുന്ന വ്യക്തി എന്ന് പറയുമ്പോഴും ഈ ഒരു കാര്യത്തിൽ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അന്ന് അദ്ദേഹത്തിന് ഒന്നും തന്നെ പറയാനില്ല. കൊടുത്തത് പ്യുവർ സ്വർണം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ വരുന്നത് സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്ത 24 ക്യാരറ്റ് തങ്കം, സ്വർണ്ണമല്ല തങ്കം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പാളികൾ കാണുവാനില്ല. പൂശിയത് ചെമ്പിനകത്തുള്ള വെറും 1 ഗ്രാം ഗോൾഡ് എന്നൊക്കെ പറയത്തില്ല, ചിലപ്പോൾ അതായിരിക്കാം. നിരവധി കാര്യങ്ങളാണ് ദേവസ്വം വിജിലൻസ് കൃത്യതയോടുകൂടിയാണ് അന്വേഷിച്ച് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അത് ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുന്നു. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ഒരാളിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ കൊള്ളക്കാരും കള്ളക്കാരും ഒക്കെ വലിയ വമ്പൻ പണികളാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. തീർച്ചയായിട്ടും ഈ വിജിലൻസ് കണ്ടെത്തിയെന്ന് പറയുമ്പോഴും അത് മഞ്ഞുകട്ടയുടെ ഒരു ഉപരിതലം മാത്രമേ ആകുന്നുള്ളൂ. നമ്മളിപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിനോട് അടുത്തുള്ള ദിവസങ്ങളിലാണല്ലോ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതിനു മുമ്പ് അവിടെ ഒരു കള്ളം അല്ലെങ്കിൽ കൊള്ള നടന്നതായിട്ടുള്ള ഒരു ബോധ്യവും നമുക്കാർക്കും ഉണ്ടായിട്ടില്ല. കൊടികെട്ടിയ പത്രപ്രവർത്തകരെല്ലാം ദേവസ്വം ബോർഡിൻ്റെ കെട്ടിടങ്ങളിൽ അവിടെ സൗജന്യമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കാർക്കും ഇങ്ങനെ ഒരു സ്കൂപ്പിലേക്കോ ഒരു എക്സ്ക്ലൂസീവിലേക്കോ എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത് തന്നെ ഒരു വെളിപാടായിട്ട് വരികയായിരുന്നു. കുതിരമുഖത്തു നിന്ന് ഇതിൻ്റെ ഏജൻ്റായിട്ട് പ്രവർത്തിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് തന്നെ ഒരു വെളിപാടായിട്ട് പുറത്തു വരുമ്പോഴാണ് ഈ നഗ്നസത്യം ലോകമറിയുന്നത്, അത് കേട്ട് ഞെട്ടുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഒരു പീഠത്തിൻ്റെ കാര്യം മാത്രമാണ്. 4 പീഠങ്ങളുള്ളതിൽ 2 എണ്ണം കാണാനില്ല എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ആ പീഠങ്ങളിലൂടെ നമ്മൾ അന്വേഷണം അങ്ങോട്ട് പോയപ്പോഴാണ് ദ്വാരപാലക ശില്പങ്ങളിൽ രഞ്ജിനി പറഞ്ഞ വിജയമാല്യ അർപ്പിച്ച സ്വർണ്ണപ്പാളികൾ തനിത്തങ്കം നഷ്ടമായിരിക്കുന്നു എന്ന്. തുടർന്നങ്ങോട്ടുള്ള അന്വേഷണങ്ങളിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് അവിടുത്തെ വാതിൽപ്പാളികളും കൊണ്ടുപോയിരുന്നു. അപ്പോൾ നാഥനില്ലാതെ അടച്ചുറപ്പില്ലാത്ത ഒരു ശ്രീകോവിലിനുള്ളിൽ ശബരിമല ശാസ്താവ്, ആ വിലയം പ്രാപിച്ച മണികണ്ഠന് കഴിയേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ക്ഷേത്രത്തെ സംരക്ഷിക്കാനും സ്വത്തുക്കൾ പരിപാലിക്കാനും നിയോഗമുള്ള ദേവസ്വം ബോർഡിന് ഇവിടെ വൻ തോൽവി സംഭവിച്ചിരിക്കുന്നു. ഇത് അവരുടെ അനുമതിയോടുകൂടിയായാലും അവരുടെ പങ്കാളിത്തത്തോടു കൂടിയായാലും ശരി, അതല്ല അവരറിഞ്ഞില്ല എന്നുണ്ടെങ്കിലും അതായാലും ശരി, അത് ഗുരുതരമായിട്ടുള്ള തെറ്റ് തന്നെയാണ്, ഗുരുതരമായിട്ടുള്ള തോൽവിയാണ്, വൻ തോൽവി തന്നെയാണെന്നുള്ള ഒരു സംശയമില്ല. അവരുടെ ഉത്തരവാദിത്വം, ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം, സ്റ്റാറ്റ്യൂട്ടറി റെസ്പോൺസിബിലിറ്റി എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ പരാജയം ഏറ്റുവാങ്ങിയ ബോർഡ് ഒന്നടങ്കം രാജിവെക്കണം. ബോർഡിനെ നിയോഗിച്ച മന്ത്രിസഭയിലെ മന്ത്രി VN വാസവനും രാജിവെക്കണം. അതോടൊപ്പം തന്നെ ഇതുവരെ അവിടെ ഭരിച്ചിരുന്ന എല്ലാ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിലേക്കും ജീവിച്ചിരിക്കുന്ന ദേവസ്വം ബോർഡ് മന്ത്രിമാരിലേക്കും ഈ അന്വേഷണം എത്തിച്ചേർന്നാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റൂ. ഇപ്പോൾ ഏറ്റവും പുതിയ വന്നിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ തങ്കപ്പാളികൾ വിറ്റ് കാശാക്കിയിരിക്കുന്നു, മറിച്ച് വിറ്റിരിക്കുന്നു. അതാണ് ഞാൻ നേരത്തെ രഞ്ജിനിയോടൊരു സംശയം ചോദിച്ചിരുന്നു, ചെന്നൈയിലേക്ക് പോകാൻ നമുക്ക് എത്ര ദിവസം എടുക്കുമെന്ന്. അപ്പോഴാണ് പറഞ്ഞു 1 ദിവസം മാക്സിമം ട്രെയിനിന്, അല്ലെങ്കിൽ 2 മണിക്കൂർ വിമാനത്തിന്, അല്ലേ? 39 ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെടുത്തതിൻ്റെ പരമരഹസ്യം ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. അത് ഈ സ്വർണ്ണപ്പാളി മറിച്ച് വിൽക്കാൻ വേണ്ടിയായിരുന്നു.
മറിച്ച് വിൽക്കാനെന്ന് പറയുമ്പോൾ രഞ്ജനി അവിടെ സീരിയസ് ആയിട്ടൊരു പ്രശ്നമുണ്ട്. എന്താണത്? രഞ്ജനിക്ക് എന്നേക്കാൾ കൂടുതലായിട്ട് അറിയാമായിരിക്കും. അതായത് ഈ സ്വർണ്ണപ്പാളി ഏതോ കോടീശ്വരൻ്റെ, കോടിപതിയുടെ വാതിലിൻ്റെ മുകളിൽ കൊണ്ട് ഇപ്പോൾ പാളിയായിട്ട് വെച്ചിരിക്കുകയാണ്, അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. ചെന്നൈയിലായിരിക്കണം, അതുകൊണ്ടാണല്ലോ കൂടെ ചെന്നൈയിലേക്ക് പോകുന്നത്. ഇവിടെ ചെയ്യാവുന്ന കാര്യത്തിൽ അല്ലല്ല, വലിയൊരു പ്രധാനപ്പെട്ട ഒരു റെവലേഷനിലേക്ക് വരിക. അതായത് അത് മറിച്ചു വിറ്റത് ആരുടെയെങ്കിലും വാതിൽക്കൽ ഇരുന്നോട്ടെ, കുഴപ്പമില്ല എന്നുള്ളതല്ല. ഇത് ശബരിമലയുടെ അയ്യപ്പൻ്റെ മുമ്പിലിരുന്ന ഒരു സാധനമാണ്, ശബരിമലയുടെ സ്വത്താണ്. ആ ഒരു സ്വത്ത് ഒരു ഗൃഹസ്ഥൻ്റെ വീട്ടിലെത്തിക്കഴിയുമ്പോൾ അയാൾ കള്ളനാണോ, കള്ളുകൂടിയനാണോ, അല്ലെങ്കിൽ മദിരാക്ഷികളുമായിട്ട് ബന്ധമുള്ളവനാണോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം ശബരിമലയുടെ ആചാരത്തിൻ്റെ ഒരു ലംഘനം അവിടെ തീർച്ചയായിട്ടും സംഭവിച്ചിരിക്കും. കുടുംബമായിട്ടാണല്ലോ കഴിയുന്നത്. ആ കുടുംബത്തിൽ നമ്മളീ പറയുന്ന 10നും 40നും ഇടയിൽ വയസ്സുള്ള കുട്ടികളുണ്ടാവും. അങ്ങനെ വരുമ്പോൾ അയ്യപ്പൻ്റെ സ്വത്തായിട്ടുള്ള ഒന്ന്, അയ്യപ്പൻ്റെ കാവലായിട്ട് നിന്നിരുന്ന ഒരു പാളി അവിടെ വരുന്ന സ്ഥാപിക്കുമ്പോൾ ആ വീട്ടിലെ അശുദ്ധി മുഴുവൻ അതിലും ഉണ്ടാവും. നമ്മൾ ഈ അയ്യപ്പനെ തൊഴാൻ പോകുന്നത് അറിയാം, 41 ദിവസത്തെ വ്രതം, സ്ത്രീകളുമായിട്ടുള്ള ബന്ധം പാടില്ല, ബ്രഹ്മചര്യം, മാംസം, മത്സ്യം, മുട്ട ഇതൊന്നും കഴിക്കാൻ പാടില്ല, സസ്യാഹാരം. ഈ ദീക്ഷയോടുകൂടിയാണ്, ഒരു തരം സന്യാസമാണ്, സന്യസ്തരാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ആ വിശുദ്ധിയിൽ മന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോഴാണ് ആ ദേവവിഗ്രഹത്തിന് ചൈതന്യം ഉണ്ടാവുന്നത്. അപ്പോൾ ആ ചെമ്പുപാളി കൊണ്ടുപോയി ഇങ്ങനെ കാണിക്കുമ്പോൾ ആ ചൈതന്യത്തിന് ഭംഗം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു ദൈവനിന്ദയും കൂടിയാണ് നടന്നിരിക്കുന്നത്. ധനാപഹരണം, മോഷണം, കട്ടിളമോഷണം, അതുകൂടാതെ ദൈവനിന്ദ എന്ന് പറയുന്ന മതവികാരത്തെ ആകമാനം മുറിവേൽപ്പിക്കുന്ന ഒരു ക്രൂരകൃത്യം കൂടി ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഈ ദേവസ്വം ബോർഡിൻ്റെ സമയത്ത് സംഭവിച്ചിരിക്കുന്നു. പക്ഷേ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ള, ഭരണപക്ഷം ഇതിന് ഈ പറയുന്നത് പോലെ ഞങ്ങളൊന്നും ചെയ്തില്ലേ എന്നുള്ള ഒരു രീതിയിലുള്ള അവരുടെ ഭാവം നിയമസഭയിൽ പോലും നമ്മൾ കണ്ടതാണ്. പ്രതിഷേധിക്കുന്നവരെ തുറങ്കലിൽ അടയ്ക്കുക, പ്രതിഷേധിക്കുന്നവരെ നിയമസഭയിൽ നിന്ന് പോലും സസ്പെൻഡ് ചെയ്യുന്ന പറയുന്ന വിചിത്രമായ, ഒരുപക്ഷെ ചരിത്രത്തിൽ പണ്ടെങ്ങോ നടന്നിട്ടുള്ളതാവാം എന്ന് കരുതുന്ന ചില രീതികൾ. സന്ദീപ് വാര്യർ ഉൾപ്പെടെ മുൻനിരയിൽ നിന്ന നേതാക്കന്മാരെ, BJP പ്രവർത്തകരെ ഇന്നലെ ലാത്തി ചാർജിന് ഉപദ്രവിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അടിച്ചമർത്തുക, പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് നമ്മൾ കണ്ടതാണ്. അതിനേക്കാളും ഭയാനകമായിട്ടുള്ള രീതിയിൽ ഭരണപക്ഷത്തിൻ്റെ പോക്ക്, എങ്ങനെയെങ്കിലും ഇത് അടിച്ചമർത്തണമെന്നുള്ള രീതിയിൽ തന്നെ അതിന് അമിത്ഷായെ ഉൾപ്പെടെ പോയി കണ്ടു എന്നുള്ള തരത്തിൽ പല സോഷ്യൽ മീഡിയ വാർത്തകളും വരുന്നു. നമ്മളോടല്ലേ മുഖ്യമന്ത്രി സംസാരിക്കാതിരിക്കുന്നുള്ളൂ, നമ്മുടെ പത്രക്കാരോടല്ലേ സംസാരിക്കാതിരിക്കുന്നുള്ളൂ. അമിത്ഷായോട് സംസാരിച്ചിട്ടുണ്ടാവും. നമ്മൾ എന്തറിയുന്നു? അവർ തമ്മിൽ നടന്ന സംസാരം എന്താണെന്ന് രഞ്ജനിക്കറിയാമോ? പക്ഷെ എന്നാലും ഒരു പക്ഷെ BJP ഭരിക്കുന്ന കേന്ദ്രത്തിൽ നിന്ന് പോലും, ഇപ്പൊ സുരേഷ് ഗോപി പറഞ്ഞ ഒരു കാര്യമുണ്ട്, നടന്മാരുടെ നേരെയുള്ള EDയുടെ പരിശോധന ഈ സ്വർണ്ണ കള്ളന്മാരെ മുക്കാനുള്ള, അതായത് ശബരിമല വിഷയം മുക്കാനുള്ള മറ്റൊരു ശ്രമമാണ്. ED നമുക്കറിയാം കേന്ദ്രത്തിൽ നിന്ന് വരുന്നത്. സുരേഷ് ഗോപി നമുക്കറിയാം കേന്ദ്ര മന്ത്രിയാണ്. അദ്ദേഹം പോലും ഒരു പക്ഷേ വിശ്വാസത്തിനെതിരായിട്ട് ഇനി BJP അല്ല, കേന്ദ്രമല്ല, ആര് വന്നാലും നിൽക്കില്ല എന്നുള്ളത് ഒരു ഹിന്ദുമത വിശ്വാസി കാണിക്കുന്ന ഒരു ധൈര്യമാണത്. അതിലേക്ക് ഭരണപക്ഷം ഇനി എത്ര അടിച്ചമർത്താൻ ശ്രമിച്ചാലും നടക്കുന്ന കാര്യമാണോ? സുരേഷ് ഗോപിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം കേന്ദ്ര ഒരു സഹമന്ത്രി മാത്രമാണ്. അദ്ദേഹത്തിന് വലുതായിട്ടൊന്നും ചെയ്യാം. അമിത്ഷാ അവിടുത്തെ രാഷ്ട്രീയ ചാണക്യൻ മാത്രമല്ല, ഏറ്റവും ശക്തനായ നേതാവുമാണ്. അമിത്ഷായുടെ ലക്ഷ്യം അല്ലെങ്കിൽ ടാർഗറ്റ് എന്താണ്? കേരളത്തിൽ 35 സീറ്റാണ് നിയമസഭയിൽ. അതുപോലെ തന്നെ 4 കോർപ്പറേഷനുകൾ സ്വന്തമാക്കുക, തിരുവനന്തപുരം ഉൾപ്പെടെ ആ കോർപ്പറേഷനുകളും സ്വന്തമാക്കുക എന്നുള്ള ടാർഗറ്റ് വെച്ചിരിക്കുന്നു. ആ ടാർഗറ്റിലേക്ക് എത്താനുള്ള പ്രാപ്തിയുള്ള ആളാണ് അദ്ദേഹം. ആ ടാർഗറ്റിന് വേണ്ടി ഈ ശബരിമലയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഇതൊന്നും വേണ്ട, ഈ മോഷണമൊക്കെ സംഭവിക്കുക അത് ഉദ്യോഗസ്ഥ തലത്തിൽ അങ്ങ് നിർത്തി മുഖ്യമന്ത്രിയെയും രാഷ്ട്രീയ അധികാരികളെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയാൽ മതിയല്ലോ. അങ്ങനെയല്ലേ പല കേസുകളും, അങ്ങനെയല്ലേ കരുവന്നൂരിൽ നമ്മൾ കണ്ടത്. മുകളിലോട്ട് രാഷ്ട്രീയക്കാരിലോട്ട് പോകാതെ സ്വപ്ന സുരേഷിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടത്, ലാവ്ലിൻ കേസിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്, 39 തവണയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ അച്ഛനായ ചീഫ് ജസ്റ്റിസ് ഇരുന്ന കാലത്ത് തുടങ്ങിയ കേസാണ്. ഇതിപ്പോൾ ഇദ്ദേഹം വന്നിട്ടും ഇതൊരു തീരുമാനമായിട്ടില്ല.
അപ്പോൾ ഇതൊക്കെ സംശയത്തിൻ്റെ, നമ്മൾ പറയുന്നില്ല ഇങ്ങനെയൊക്കെ അഴിമതി അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്നു, പക്ഷേ സംശയിക്കേണ്ട സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ സാധാരണഗതി ഒരു മുഖ്യമന്ത്രിയും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് കേന്ദ്രത്തിൽ പോയി ഇത്രയധികം മന്ത്രിമാർ, റെക്കോർഡ് സംഖ്യയാണ് ഈ പ്രാവശ്യം. ആരെയൊക്കെയാണ് കാണുന്നത്? തലേദിവസം മരുമോഹൻ പോയിട്ട് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിനെ കണ്ടു, ടൂറിസം മന്ത്രി. കേരളത്തിലെ ടൂറിസം മേളയ്ക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു ആദ്യമായിട്ടാണ്. ഇതുവരെ കേന്ദ്രത്തെ മുഴുവൻ തെറി പറഞ്ഞുകൊണ്ടിരുന്ന മരുമോൻ മുഹമ്മദ് റിയാസ് ഇന്നലെ പോയി നേരത്തെ കണ്ട് അദ്ദേഹം വരാമെന്നൊക്കെ സമ്മതിച്ചു. അദ്ദേഹത്തിൻ്റെ സമ്മതമാക്കി. അങ്ങനെ ഒരു സോപ്പിടിയില്ലേ? പക്ഷേ കേന്ദ്രത്തിൻ്റെ പല കാര്യങ്ങളും നമുക്കറിയാം. ഒരു പക്ഷേ 1-2 സീറ്റിൽ നിന്ന് രാജ്യത്തിൻ്റെ ഭരണപക്ഷത്തേക്ക് ഉയർന്നു വന്നത് ഒരുപക്ഷെ അവരുടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കം തന്നെയാണ്. ഒരുപക്ഷെ നമ്മൾ നോക്കിയ ലോകരാജ്യങ്ങളിലെ ഏറ്റവും വലിയ പാർട്ടി BJP എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും. ഏറ്റവും അംഗീകരിക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ കേരളത്തിലിടുന്ന വിത്തുകൾ, കേരളത്തിലിടുന്ന ചില ബുദ്ധികൾ പാളിപ്പോകില്ലേ? കാരണം ബീഹാറിലെയും ഗുജറാത്തിലെയും ജനമല്ല കേരളത്തിലെ മലയാളികൾ എന്നുള്ളത് അവർക്കൊരു പാളിച്ചയല്ലേ ഇപ്പോൾ സംഭവിക്കുന്നത്? ഒരു LDF കൂട്ടുകെട്ട് ഉണ്ടെങ്കിൽ അതൊരു പാളിച്ച തന്നെയല്ലേ? അപ്പോൾ നമ്മളെങ്ങനെ കണ്ടെത്തും? അതല്ലേ, ഇതൊക്കെ നിഗൂഢമായ സത്യങ്ങളല്ലേ? ഹിരൺമയേന പാത്രേന മൂടിയിരിക്കുന്ന സത്യങ്ങൾ, സ്വർണ്ണ പാത്രം കൊണ്ട് മൂടപ്പെട്ട സത്യങ്ങളാണ്. നമുക്കൊന്നും അതിലേക്ക് പത്രക്കാർക്ക് പോലും എത്താൻ പറ്റാത്ത സത്യങ്ങളാണ്. അതാണ്, ഇതുകൊണ്ടാണല്ലോ MV ഗോവിന്ദൻ തന്നെ ഇദ്ദേഹം സൂര്യനാണ്. ആ സൂര്യ തേജസ്സിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഈ ക്ഷുദ്ര പ്രാണികളെ പോലെ കരിഞ്ഞു വീഴും എന്ന് പറഞ്ഞത്. അത്രമാത്രം ശക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗം. അതല്ലേ വീണ വിജയൻ നമ്മുടെ എങ്ങാണം മകളായിരുന്നെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യപ്പെടില്ലേ? ഇപ്പോഴും അവർ പിടിച്ചു നിൽക്കുന്നു. മോഹൻലാലിനെ കാണാൻ കുടുംബസമേതം അവിടെ വരുന്നു. മോഹൻലാൽ എൻ്റെ ഫാനാണെന്ന് വീണ വിജയൻ അവിടെ നിന്ന് പരസ്യമായിട്ട് പറയുന്നു. ഒരു ഫ്രോഡ് കേസിലെ പ്രതിയാണെന്ന് ആര് പറയുന്നു? കമ്പനി ഫ്രോഡ് കേസിൽ നമ്മളെങ്ങാണ് ഒരു 10 രൂപ അല്ലെങ്കിൽ ഒരു സ്വർണ്ണമാലയോ അപഹരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതി എന്താവും? ഇത് കോടിക്കണക്കിന് രൂപയുടെ അപഹരണമാണ് നടന്നത്. എന്നും VIP ആയിട്ട് ഗ്ലാമറോട് കൂടി നടക്കാൻ പറ്റും. ബിന്ദു അനുഭവിച്ച സങ്കടങ്ങൾ, ബാത്റൂമിൽ പോകാൻ പോലും സമ്മതിച്ചില്ല. കുടിക്കാൻ ദാഹജലം ചോദിച്ചപ്പോൾ ബാത്റൂം കാണിച്ചു കൊടുത്തു. നരകത്തിൽ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലൊരു നരകമായി തീർന്നു പേരൂർക്കട പോലീസ് സ്റ്റേഷൻ. അവർ തടവിലായിരുന്ന നിമിഷങ്ങളിൽ അതേ സ്ഥലത്ത് തന്നെയാണ് കമ്പനി ഫ്രോഡിൻ്റെ പേരിൽ കോടികൾ അപഹരിക്കുന്ന ആൾക്കാർ വന്ന് VIP-കളായിട്ട് വന്നിട്ട് മോഹൻലാലിനെ കാണാൻ വരുന്നത്. വളരെ സങ്കടമുണ്ട്. ഇതാണോ സോഷ്യലിസ്റ്റ്? ഇതായിരിക്കും ഇവിടുത്തെ. ഈ ശബരിമല വിഷയവുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളത് ഈ 2025 തുടങ്ങിയതല്ല. 2024, 19, 98, ഒരു പക്ഷേ 50 കാലഘട്ടത്തിൻ്റെ ആ ഒരു തീച്ചൂളയിൽ അല്ലെങ്കിൽ തീയിൽ അകപ്പെട്ട അയ്യപ്പ വിഗ്രഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് പരിശോധിച്ചാൽ പലതും നിഗൂഢമായിട്ട് തന്നെ നിൽക്കുന്നു. അയ്യപ്പനെ നോട്ടമിടാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെ അല്ല എന്നുള്ളതല്ലേ? ഞാൻ പറയാം. കാരണം അങ്ങനെ സൂചിപ്പിച്ചതുകൊണ്ട് ഒരു ടോർച്ച് അല്ലെങ്കിൽ ഒരു ചൂട്ട് തെളിച്ചിട്ടുണ്ട് അങ്ങോട്ട് ഇപ്പോൾ രഞ്ജിനി. അതുകൊണ്ട് ഞാൻ ഇത്ര കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് വരട്ടെ ചരിത്രത്തിൽ ഇതെങ്ങനെ വന്നു എന്ന് ഞാൻ പറയാം. മധുര ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന തമിഴ്നാടെന്നൊന്നും പറയില്ല, അന്ന് ചെന്നൈയിലെ ആ തമിഴ് രാജ്യമാണ്. ആ രാജ്യത്തെ പാണ്ഡ്യ ചക്രവർത്തിമാർ ദൈവത്തിൽ വളരെ വിശ്വാസമുള്ളവരായിരുന്നു. അവരുടെ പരദൈവം എന്ന് പറയുന്നത് മധുര മീനാക്ഷിയായിരുന്നു. അങ്ങനെ മധുര ആസ്ഥാനമാക്കി അവർ ഭരണം നടത്തിക്കൊണ്ടിരുന്നു. കുഴപ്പമൊന്നുമില്ലാതെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവരെക്കാൾ ശക്തരായിട്ടുള്ള ചോള വംശത്തിൽപ്പെട്ട ആൾക്കാർ അങ്ങോട്ട് അധിനിവേശം നടത്തിക്കൊണ്ട് മധുരയെ കീഴടക്കി. അവർ കൈയടക്കി കഴിഞ്ഞപ്പോൾ പാണ്ഡ്യ രാജാക്കന്മാരുടെ ജീവൻ അപകടത്തിലായി. അതുകൊണ്ട് അപ്പോഴും അവർക്ക് മധുര മീനാക്ഷിയെ വിട്ടു പോകാൻ തോന്നിയില്ല. മധുര മീനാക്ഷിയുടെ ചെറിയൊരു വിഗ്രഹവും കയ്യിലെടുത്തുകൊണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ടെന്നാണ് പറയുന്നത്. 12 രാജാക്കന്മാർ പറഞ്ഞതാണ്. ഇങ്ങനെ വെച്ചുകൊണ്ട് അവരവിടെ നിന്ന് വിട്ടുപോന്നു. മധുരയിൽ നിന്ന് നേരെ കേരളത്തിൽ കേരളമായിട്ടൊന്നും ഇല്ലെന്ന്, കാടുകളാണ്, വൻ കാടുകളാണ്, പുലികളും ഒക്കെയുള്ള കാടുകളാണ് ആ സമയം. അങ്ങനെ കാടുകളിലൂടെ വന്ന് ആര്യങ്കാവിൽ ആദ്യം വന്ന് തമ്പടിച്ചു. ആര്യങ്കാവിൽ അവരെന്ത് ചെയ്തു? ആര്യങ്കാവിൽ അവരൊരു ക്ഷേത്രം നിർമ്മിച്ചു. ആരുടെ ക്ഷേത്രമാണ് നിർമ്മിച്ചത്? ശാസ്താ ക്ഷേത്രമാണ്, മീനാക്ഷിയുടെ ക്ഷേത്രമല്ല. അവിടുന്ന് നേരെ അവർ വരുന്ന എരുമേലി, അവിടെ ഒരു ശാസ്താ ക്ഷേത്രം നിർമ്മിച്ചു. കുറച്ച് നാൾ തമ്പടിച്ചു കാണും. പിന്നെ അവർ നടന്നു വരുമ്പോൾ പന്തളവ് വന്ന് കാടാണ്. പന്തളത്ത് വരുമ്പോൾ അവർ തമ്പാന്മാർ എന്ന് പറയുന്ന ആൾക്കാരെ കണ്ടു. കൈപ്പുഴ തമ്പാന്മാർ എന്നാണ്. വാസ്തവത്തിൽ അവരിൽ നിന്നും തമ്പടിച്ചത് പന്തളത്തല്ല, പന്തളത്തിനപ്പുറം കുളനടയ്ക്ക് പോകുന്ന വഴിയിൽ കൈപ്പുഴ എന്നൊരു സ്ഥലമുണ്ട്, അച്ചൻകോവിലാറിന് സമീപം. അച്ചൻകോവിലാറിൻ്റെ തീരത്തൂടാണ് ഇവർ വന്ന് അവിടെ തമ്പടിച്ചു. അങ്ങനെ ആ തമ്പാന്മാർ സഹായിച്ച് തമ്പാന്മാർ സൈനികരും ഇവർ രാജാക്കളുമായിട്ട് ഒരു രാജവംശം തുടങ്ങി. കാടാണ് ചുറ്റും. ഇപ്പോൾ ശബരിമലയുള്ള പ്രദേശം മുഴുവൻ അവരുടെ അധീനതയിലാണ്. അവരങ്ങനെ മൃഗയാ വിനോദത്തിന് പോയപ്പോൾ
നായാട്ടിന് പോയപ്പോൾ ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടു. ആ കുട്ടിയെ സംരക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നു. അതിൽ നിന്നുണ്ടാകുന്നതാണ് ശൈവ വിഷ്ണു ചൈതന്യങ്ങൾ ചേർന്ന ഈ മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം. മണികണ്ഠൻ കളിച്ച് ജനിച്ചു വളർന്നത് പന്തളത്ത് കൊട്ടാരത്തിലാണ്. ആ കൊട്ടാരം ഞാൻ കണ്ടിട്ടുണ്ട്. ആ കൊട്ടാരത്തിൽ പിന്നക്കത്തെ കഥകൾ നമുക്കറിയാം. അദ്ദേഹം വിലയം പ്രാപിച്ചത് ഈ ശബരിമലയിലാണ്. ധർമ്മശാസ്താവിലേക്ക് വിലയം പ്രാപിച്ചു. അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ രാജസ്വലകളാകുന്ന യുവതികളാരും തന്നെ ഇവിടെ വരാൻ പാടില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. അതനുസരിച്ചാണ് ഈ ആചാരം ഇങ്ങനെ പുലർത്തിപ്പോരുന്നത്. നൂറ്റാണ്ടുകളായിട്ടുള്ള ആചാരം അങ്ങനെ പുലർത്തിപ്പോരുന്നത്. അത് ഇങ്ങനെ കണ്ടുകൊണ്ട് അവിടെ റിയൽ എസ്റ്റേറ്റുകളൊക്കെ വളർന്നു വന്നു. രാജാവ് തന്നെ കരമൊഴിവായിട്ട് മാത്രമല്ല സ്ഥലം വിട്ടുകൊടുക്കുകയായിരുന്നു. തിരുവിതാംകൂർ മഹാരാജാവ് യുദ്ധത്തിൽ തിരുവിതാംകൂർ മഹാരാജാവ് പന്തളം രാജാവിനെ തോൽപ്പിച്ചു. അങ്ങനെ പന്തളം അവർ തമ്മിൽ വലിയ ബന്ധത്തിലായി, അവരുടെ ഒരു വലിയ സുഹൃത്തുക്കളുമായി. അങ്ങനെയാണ് ഇപ്പോഴും കവടിയാർ കൊട്ടാരത്തിൽ നിന്നാണ് ശബരിമലയിൽ ആടാനുള്ള അഭിഷേകത്തിനുള്ള നെയ്യ്, ആദ്യത്തെ ആടാനുള്ള നെയ്യ് കൊടുത്തയക്കുന്നത് ഇപ്പോഴും കവടിയാർ കൊട്ടാരത്തിൽ നിന്നാണ്. അങ്ങനെ ഒരു ബന്ധവും കൂടെ ഉണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് ഈ ഇങ്ങനെ ഐശ്വര്യപൂർണ്ണമായിട്ട് ഈ ശബരിമല വളർന്നു വരുന്നത് തങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് അല്ല, റബ്ബർ എസ്റ്റേറ്റ് കാഞ്ഞിരപ്പള്ളിക്കാരായിട്ടുള്ള ചില പ്രബലരായിട്ടുള്ള വലിയ പണക്കാരായിരുന്നു. കാരണം ഈ രാജാവ് വിട്ടുകൊടുത്ത സ്ഥലത്ത് അവർ കൃഷിയൊക്കെ നടത്തി. അവർ വളരെ കഷ്ടപ്പെട്ട് പ്രയത്നിച്ചു. അധ്വാന ശക്തികൾ എന്ന് അതുകൊണ്ടാണ് KM മാണി സാർ അവരെ വിളിക്കുന്നത്. ശരിക്കും അധ്വാന ശക്തികൾ തന്നെയായിരുന്നു. അവർ വളരെ ശക്തമായിട്ട് അവിടെ കൃഷി നടത്തി. വിഷപ്പാമ്പുകളെയും അതുപോലെ തന്നെ പിന്നെ ഉർവരമായ ഭൂമിയൊക്കെ നേറ്റിട്ടുകൊണ്ട് നടത്തിയ കൃഷി അവരെ വളരെ ശക്തരും സമ്പന്നരുമാക്കി. ഇപ്പം ഇങ്ങനൊരു ക്ഷേത്രം ഇവിടെ വേണമെന്നൊരു ചിന്തയിൽ നിന്ന് അവർ കല്ലുകൊണ്ടുള്ള മഴുവെടുത്തു കൊണ്ടുവന്ന്, കല്ലുകൊണ്ടുള്ളതായിരുന്നു അന്നത്തെ പ്രതിമ, പഞ്ചലോഹമല്ല. ആ വിഗ്രഹത്തിൻ്റെ തലവെട്ടി. വിശ്വാസം ആർജിച്ച ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങിയ എസ്റ്റേറ്റിനത് കുഴപ്പമാകും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ്. അല്ല പണാപകരണമോ ധനാപകരണമോ ഒന്നും നടത്തിയിട്ടില്ല. അങ്ങനെ വെട്ടി അവർ മുറിച്ചിട്ടു. ആദ്യം അത് കണ്ടെത്തുന്നത് അവിടുത്തെ മലമ്പണ്ടാരങ്ങളാണ്. ഭണ്ഡാരങ്ങൾ കണ്ടിട്ടും ഇതാരൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല. അത്രയധികം പ്രശസ്തി ശബരിമലയ്ക്കില്ല. ഈ തീ ഇട്ടിട്ടും കൂടാ പോയത്. അതിനുശേഷമാണ് ശബരിമലയ്ക്ക് വീണ്ടും ഒരു വലിയ ചൈതന്യം ഉണ്ടായത്. ആ സമയത്ത് ഈ തല എന്ന് പറയുന്നത്, ശബരിമല അയ്യപ്പൻ്റെ ഈ തല എന്ന് പറയുന്നത്, ആ ഭാഗം ഇവരൊരു മണിയാക്കിക്കൊണ്ട് അതിൻ്റെ മുമ്പിൽ തന്നെ ഇട്ടു. ആ മണിയാണിപ്പോൾ ഈ നമ്മുടെ ആരാധനാ സമയത്ത്, ദീപാരാധന സമയത്ത്, മകരജ്യോതി സമയത്തുമൊക്കെ അടിക്കുന്ന മണി അത് തന്നെയാണ്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ചരിത്രം. അതാണ് പിന്നീട് മന്നത്ത് പത്മനാഭൻ ഒക്കെ പ്രസിഡൻ്റായി വാണ്. ഒരു കുഴപ്പം പ്രാക്കുളംബാസിയെ പോലുള്ള പ്രഗത്ഭന്മാരുമൊക്കെ വാണ്. അത് പ്രഭാകരനെ പോലുള്ളവരുമാണ്. അത് ഒരു കുഴപ്പമില്ലാതെ പോകുമായിരുന്നു. അതിനുശേഷം അവിശ്വാസികളായിട്ടുള്ള മന്ത്രിമാർ വരാൻ തുടങ്ങി. അതിനുശേഷമാണ് ഈ കുഴപ്പങ്ങൾ സംഭവിച്ചത്. ഞാൻ ഈ പറഞ്ഞ 3 പേരുകളും, മന്നത്ത് പത്മനാഭനും പ്രാക്കുളംബാസിയും അതുപോലെ പ്രയാർ ഗോപാലകൃഷ്ണനും വലിയ വിശ്വാസികളായ ആൾക്കാരായിരുന്നു. ഐശ്വര്യമായിട്ടത് പോയി. വിശ്വാസികളല്ലാത്ത ആൾക്കാർ വന്നു തുടങ്ങിയതോടുകൂടി അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധയില്ലാതായി. എന്ത് പോയാൽ നമുക്കെന്ത്, ഒരമ്പലം പോയാൽ അത്രയും അന്ധവിശ്വാസം കുറഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുടെ ഭരണമായതോടുകൂടി സംഗതികളെല്ലാം കുഴപ്പത്തിലായി. അവിടുന്ന് മുതൽ മോഷ്ടിക്കാൻ തുടങ്ങി. ഏജൻറ്റുമാരുണ്ടായി. ചുരുക്കി പറഞ്ഞ RTO ഓഫീസ് പോലായി. അതിൻ്റെ കമ്മീഷൻ പറ്റുന്നവരായിട്ട് ദേവസ്വം ബോർഡ് മാറി. അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമഗ്രമായ അന്വേഷണത്തിലൂടെയും സത്യം മുഴുവൻ പുറത്തു വരില്ല. ഇപ്പോൾ ശബരിമല മാത്രമല്ല, ഏറ്റുമാനൂർ, ആറന്മുള, നിരവധി ക്ഷേത്രങ്ങളുടെ വിലപ്പെട്ട സ്വത്തുക്കൾ കാണാനില്ല എന്നുള്ള തരത്തിൽ ഇപ്പോൾ പ്രചരണമുണ്ട്. യാഥാർത്ഥ്യമാണ് അതിലെ ചിലതല്ല. പക്ഷേ ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്ന് കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെ പറയുമ്പോൾ ശരിക്കും അതല്ലേ വേണ്ടുന്നത്? സമുദായത്തിന് എന്തിനാണ് ഒരു ദേവസ്വം ബോർഡ്? അവനവന്റെ ദേവന്റെ സ്വത്തിനെ അതാത് വിശ്വാസികളല്ലേ കാക്കേണ്ടത്? സത്യമാണ്. ദൈവഭയമുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് സംരക്ഷിക്കാൻ പറ്റൂ എന്നൊരു തിളങ്ങുന്ന ഉദാഹരണമാണ് പന്തളത്തെ തിരുവാഭരണം. അതിൽ നിന്ന് 1 ഗ്രാം പോലും മോഷണം പോയിട്ടില്ല. അതുപോലെ തന്നെയാണ് ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രത്തിലെ ധനാഢ്യനാരാന്ന് ചോദിച്ചാൽ പത്മനാഭനാണെന്ന് തന്നെ പറയുന്നുണ്ട്. കാരണം രാജകുടുംബ കാലഘട്ടം മുതൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും അന്ന് വലിയ വിലപ്പെട്ട വജ്രങ്ങളൊക്കെ ഇന്നും നിലവറകളിൽ സൂക്ഷിക്കുന്നു എന്നുള്ളത് ആ ഭരണത്തിന്റെ, രാജഭരണത്തിന്റെ ഒരു പ്രൗഢി മാത്രമല്ല, ഒരു വിശ്വാസ്യത കൂടിയല്ലേ. അത് എന്ന് മാത്രമല്ല, ആറ്റുകാലുമായിട്ട് കമ്പാരിസൺ ഇല്ല ശ്രീപത്മനാഭന്. എങ്കിലും കവടിയാർ കൊട്ടാരം ഉണ്ടല്ലോ, ഞാനിവിടെ പോയിട്ടുണ്ട്. അവിടെ വലിയ പരാധീനതയിലാണ് സാമ്പത്തികമായിട്ട്. ആ കൊട്ടാരം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ വലിയ തുകയാവും. അതിനവർ കിടന്ന് പ്രാലിട്ടടിക്കുകയാണ്. വലിയ കഷ്ടപ്പാടിലാണ് കൊടുപ്പ്. എന്നിട്ട് പോലും അവിടുന്ന് ഒരു തരി സ്വർണം അവർ സ്വന്തമാക്കാൻ വേണ്ടി മോഹിച്ചിട്ടില്ല. കാരണം എന്താണ്? ദൈവഭയം. പിന്നെ ഈ ഭക്തന്മാരിലുള്ള അവരുടെ വിശ്വാസം. രാജഭരണകാലത്തേതുപോലെ തന്നെ
ഇത് രണ്ടും കൊണ്ടാണ് അതിലേക്ക് അവർ കൈതൊടാതിരിക്കുന്നത്. അതേസമയം ദേവസ്വം ബോർഡോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ബോഡിയോ ആയിരുന്നെങ്കിൽ, ഇതുപോലെ വിശ്വാസമില്ലാത്തവരുടെ ഗവൺമെൻറ്റോ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കൈയിട്ട് എടുക്കുമായിരുന്നു. അങ്ങനെ കൈയിട്ടെടുത്തിട്ടുണ്ട്, അത് പാർട്ടിക്കോ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിനോ വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഓരോന്നായിട്ട് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തെളിവുകൾ. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തെളിവുകൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അടുത്ത ദിവസങ്ങളിൽ നമുക്കത് കേൾക്കാം. ഏതായാലും ഈ പറയുന്നത് പോലെ പല കാര്യങ്ങളിലും ഭരണപക്ഷം പലപ്പോഴും അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് പ്രതിപക്ഷത്തെ. പക്ഷേ വല്ലാത്തൊരു വീര്യം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിലും പൊതു ഇടങ്ങളിലും പ്രതിപക്ഷത്തിന്റെ വലിയൊരു വീര്യം നമുക്ക് കാണാൻ ഇടയായി. ഒരുപക്ഷെ ഇത്രയും നാളും ഇല്ലാത്ത ഒരു പ്രതിഷേധം നമുക്ക് ഒരുപക്ഷെ അയ്യപ്പന്റെ ഒരു സാമീപ്യമായിരിക്കാം ഇവരിലൂടെ പുറത്തേക്ക് വരുന്നത്. ഏതായാലും ഇതൊന്ന് അടിച്ചമർത്താൻ പല രീതിയിൽ ഭരണപക്ഷം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അടിച്ചമർത്തപ്പെടുവോ? എല്ലാ വിഷയങ്ങളെയും പോലെ തന്നെ ശബരിമല വിഷയവും അടിച്ചമർത്തപ്പെടുവോ? അല്ല, ഇത് അയ്യപ്പൻ്റെ, ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ പോയി ആ വിഗ്രഹം അടിച്ചു തകർത്ത ആളുണ്ടല്ലോ, അതിൽ മെയിൻ ആൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് മരിച്ചു. എങ്ങനെയാണ് മരിച്ചതെന്നറിയാം? വെടിയേറ്റാണ് മരിച്ചത്. ശബരിമലയോട് കളിച്ചിട്ടുള്ള ആരും രക്ഷപ്പെട്ടിട്ടില്ല. ശബരിമലയോട് കളിച്ചിട്ടുള്ള ഒരൊറ്റയാളും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. നിരവധി ഉദാഹരണങ്ങളുണ്ട്. ആ ഉദാഹരണങ്ങളിലേക്ക് പോയല്ലോ നമ്മുടെ ലക്ഷ്യം. എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ സത്യങ്ങൾ പുറത്തു വരിക മാത്രമല്ല, അവരനുഭവിക്കുകയും ചെയ്യും. കള്ളം കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടോൾസ്റ്റോയ് പറഞ്ഞ പോലെ ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയിറ്റ്സ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരട്ടെ. അയ്യപ്പൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കേണ്ട, കളിച്ചവരാരും രക്ഷപ്പെട്ട ചരിത്രവുമില്ല. കള്ളങ്ങൾ എന്നാലും വെളിച്ചത്ത് വരും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം. വരും ദിവസങ്ങൾ ഏതായാലും യഥാർത്ഥ കള്ളനെ പൊക്കാൻ ഇടയാകട്ടെ. നന്ദി സർ.